ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടത്തിരുന്നു കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാനിപ്പോൾ ടെറസിന് മുകളിലാണ്. നല്ല ചൂട്, പക്ഷേ ഇപ്പോൾ ഇല്ലേ, ചെറുതായിട്ടൊരു മഴ പെയ്യുന്ന പോലെ ഒരു കാറൊക്കെ മൂടിയിട്ട് അങ്ങനൊരു സിറ്റുവേഷനാണ്. മഴ പെയ്താൽ നന്നായിരിക്കും. വെറുതെ ചാറിപ്പോയാൽ നാളെ ഇതിനെക്കാട്ടിലും വെയിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ ഇഷ്ടം പോലെ ഗാർഡനിങ് വീഡിയോസ് അല്ലെങ്കിൽ ചെടികളെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ഇടാറുണ്ടല്ലോ. ഒത്തിരി ടിപ്സുകൾ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേപോലെ ഇനിയുള്ള വീഡിയോകൾക്കും എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാ ഇവളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ്. ഇവളെ കാണിക്കാൻ മാത്രമല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ? ഈ പൂവും തമ്മിലുള്ള വ്യത്യാസം കാണുന്നുണ്ടോ? ഇതെന്താ എങ്ങനെയെന്നറിയോ? മൾട്ടി ഗ്രാഫ്റ്റഡ് ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഇതുണ്ടോ, ഇങ്ങനെയാണ് ഉള്ളത്. ഇതിൽ മദർ പ്ലാന്റിൽ ഇവിടെ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് വരുന്നതാണ് ഈ പൂവൊക്കെ കേട്ടോ. ഈ പൂവ് ഇതിൻ്റെ തുഞ്ചത്തൊക്കെ പൂവുണ്ടായിരുന്നു. ചിലതൊക്കെ നല്ല വെയിലായതുകൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അഡിനിയമേ നല്ല വെയിലത്ത് വാഴുന്ന ചെടിയാണ്, നല്ല വളരുന്ന ചെടിയാണ്. എന്നിട്ടും അത്രയും ചൂടാണ്. അത്രയും ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേയൊക്കെ കരിഞ്ഞു പോയി, കുറേയൊക്കെ പൂ വന്നിട്ട് കൊഴിഞ്ഞു പോയതാണ്. ഇത് കണ്ടോ, ഈ ഭാഗം വന്നിരിക്കുന്നത് കണ്ടോ, ഇവിടെ നിന്നാണ്. അതായത് മദർ പ്ലാന്റിൽ നിന്നാണ്. മദർ പ്ലാന്റ് നാടൻ പ്ലാന്റാണ്. സ്വാഭാവിക രീതിയിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്ത് കളയണം. കണ്ടോ, ഇവിടെ നിന്ന് പ്ലക്ക് ചെയ്ത് നമ്മൾ പിഴുതെടുത്ത് കളയണം. പ്ലക്ക് ചെയ്യല്ല, പിഴുതെടുത്തിട്ട് കളയണം. പക്ഷെ ഞാനിത് ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഇത് നല്ല ഗ്രോത്തോടെ വളർന്നു വന്നപ്പോൾ എന്ത് വിചാരിച്ചു, ഇങ്ങനെ 2 സൈസിലുള്ള പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. പക്ഷേ ഈ ഗ്രാഫ്റ്റഡ് ചെടി ഇങ്ങനെ ചെയ്തില്ലെങ്കിലില്ലേ, നമ്മൾ പിഴുത് കളഞ്ഞില്ലെങ്കിൽ ഈ ഗ്രാഫ്റ്റഡിനുള്ള ഹെൽത്തില്ലേ, അത് കുറഞ്ഞു പോവും. അത് നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇത് കാണാനൊരു പ്രത്യേക രസമാണ്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ അഡിനിയം പൂക്കൾ. കണ്ടോ, ഇത് നാടൻ പൂവാണ്. പക്ഷെ നമ്മുടെ അടുത്തുള്ളതിനേക്കാട്ടിലും കുറച്ചും കൂടെ റെഡ് കളർ ഇതിന് കൂടുതലുണ്ട്. നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് ഗ്രാഫ്റ്റഡ് ആണ്. കണ്ടോ, ഇത് വൈറ്റും റെഡും കൂടെ. കണ്ടോ, നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ അത്യാവശ്യം വലിയ പൂവാണ് കേട്ടോ. കണ്ടോ, ഇത് വേറൊരു സുന്ദരിയാട്ടോ. കണ്ടോ, നിറയെ പൂവാണ്. കാണുന്നുണ്ടായിരിക്കില്ല അതിൻ്റെ ഭംഗിയൊക്കെ. സുന്ദരി പൂവാണ്. ഇതേ വൈറ്റും റെഡും ചേർന്നിട്ട് നേരിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെയും ഉണ്ട് കേട്ടോ, കൊലയായിട്ട് പൂത്ത് നിൽക്കുവാണ്. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ ചെടിയുടെ ഇല്ലെങ്കിൽ മുട്ടുണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിന് വെയിറ്റും കൊണ്ട് ഇത് ചെടി ഇങ്ങനെ 2 ഭാഗത്തോട്ടായിട്ട് വളർന്നേക്കുന്ന. ഇനി അഡിനിയൻ ചെടിയിലൊക്കെ പൂവായിട്ട് ഇവിടെ നമ്മൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് വന്നത് പൂക്കളെ കാണിക്കാനല്ല, ജസ്റ്റ് ഇവിടെ വന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ വേണ്ടി വന്ന സബ്ജക്റ്റ് മാറിപ്പോയതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അഡിനിയം നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ കെയറും കൂടെ ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വീഡിയോ ആവും. അപ്പോൾ അഡിനിയത്തിന് നമ്മൾ പോട്ടിങ് നമ്മൾ തയ്യാറാക്കില്ലേ, അപ്പോൾ പോട്ടിങ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അഡിനിയം ചെടി നമ്മുടെ മുന്ന് പറഞ്ഞതുപോലെ അഡിനിയം ഭയങ്കര ചൂട് വേണ്ട, അല്ലെങ്കിൽ നല്ല വെയിലത്ത് വളരുന്ന ഒരു ചെടിയാണ്, ഡിസേർട്ട് റോസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെയുള്ള ചെടിക്ക് നമ്മൾ എന്താണ്, എപ്പോഴും ചൂടുള്ള കാലാവസ്ഥ വേണം. എപ്പോഴേലും വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഉള്ള നല്ല ചൂടിൽ ഹാർഡാണ്, ഭയങ്കര ഹാർഡല്ലേ ചൂട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാത്രം നമ്മൾ ഒന്നരാടോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ പോട്ടി മിക്സ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വിരലും കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മാത്രം ഒന്ന് നനച്ച് കൊടുത്താൽ മതി. ഒത്തിരി കെയറൊന്നും ആവശ്യമില്ലാത്ത, നമ്മളൊരു ചെറുതായിട്ടൊന്ന് നോക്കിയാൽ നമ്മളെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന സുന്ദരി ചെടികളാണ് അല്ലേ അഡിനിയം. അപ്പോൾ ഈ അഡിനിയത്തിന് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് നമ്മുടെ പുഴയിലെ മണലില്ലേ, അതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, അഡിനിയത്തിന് അധികം വെള്ളം കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം മണലാണെങ്കിൽ തരിതരിയായിട്ട് കിടക്കുന്നത് കൊണ്ട് വെള്ളം ഒഴിച്ച ഉടനെ താഴത്തോട്ട് വാർന്നു പോകും.
അപ്പോൾ ഇതേപോലെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൽ നല്ല എന്താ പറയുക ഹോളൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മണൽ മാത്രമായിട്ട് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് മണലിൻ്റെ കൂടെ കുറച്ച് ഉമിയില്ലേ, ഉമി കുറച്ച് കരിച്ചിട്ടും നമുക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അല്ലാതെ ഉമി മാത്രമായിട്ട് നമ്മുടെ മില്ലുകളിലൊക്കെ നെല്ല് കൊത്തുന്ന മില്ലുകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഉമി. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ 50-50 അല്ലെങ്കിൽ ഭാഗം ഉമിയും ബാക്കി മണലും ആണെങ്കിലും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ മണലില്ലാത്തവർക്ക് മണ്ണ് മാത്രമുള്ളവർക്ക് വേറെ മണൽ അവൈലബിൾ അല്ലാത്തവർക്ക് ഇത് കൃഷി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗാർഡനിങ് ഇതും കൊണ്ട് പറ്റില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് പറ്റും. നമ്മൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രത്യേകത മണ്ണ് ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലേ. നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല, പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ വെള്ളം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ ചരലുള്ള പോലത്തെ, പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന പോലത്തെ, അല്ലെങ്കിൽ മണലുമായിട്ട് മിക്സ് ചെയ്ത ചില മണ്ണുകൾ മണലുമായിട്ട് മിക്സായിട്ട് തന്നെ നമ്മുടെ തൊടിയിലൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ മണ്ണുണ്ടെങ്കിൽ കുറച്ച് അതിന് നല്ല സൂപ്പറായിട്ട് വളർത്താൻ പറ്റും കേട്ടോ. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്കിതേപോലെ മണ്ണിൻ്റെ കൂടെ ഉമി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് പോട്ട് ചെയ്യാം. ഇങ്ങനെയും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് മണ്ണ് മാത്രം അവൈലബിൾ ഉള്ളൂ, ഉമി കിട്ടാത്ത സ്ഥലം ചിലപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഉമി. ഇവിടെയും കിട്ടൽ കുറഞ്ഞു കേട്ടോ. നമ്മൾ മില്ലിലൊക്കെ പോയി നോക്കുമ്പോൾ ഇപ്പോൾ അധികം നെല്ലൊക്കെ കൃഷി ചെയ്യുന്നത് കുറവല്ലേ, പുറം സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് അരി അധികം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് സമയത്ത് ഉമിയുടെ ലഭ്യതയും കുറവായതിനാൽ നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാം. എന്താണ്? പെർലൈറ്റ്. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളറിൽ തെർമോക്കോൾ ബോൾ പോലെ ഉണ്ടാവട്ടെ, പക്ഷേ അത് തെർമോക്കോൾ അല്ല. തെർമോക്കോൾ പോലെ നല്ല സാമ്യമുള്ള വൈറ്റ് കളറിലുള്ള ചെറിയ ചെറിയ തരികൾ പോലെയുള്ള പെർലൈറ്റുകൾ അല്ലേ. അത് നമുക്ക് വളമൊക്കെ വിൽക്കുന്ന കീടനാശിനികളും നമ്മൾ വളമൊക്കെ വാങ്ങുന്ന കടകളില്ലേ, അങ്ങനത്തെ കടകളിൽ ഇപ്പോൾ എല്ലായിടത്തും ഏകദേശം അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കടകളിൽ നിന്ന് വാങ്ങി നമുക്ക് ഇതേപോലെ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. ഇത് ഈ പെർലൈറ്റുകളും ഇതാണ്, എയറേഷൻ കൂടുതലാക്കുകയാണ്, മണ്ണിൻ്റെ ഇടയിലുള്ള എയറേഷൻ കൂടുതലാക്കുകയും അപ്പോൾ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അവിടെ തങ്ങി നിൽക്കാതെ താഴത്തോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ട് ഏറ്റവും കൂടുതൽ അടിനിയത്തിന് വെള്ളം കെട്ടി നിന്നിട്ട് അതിൻ്റെ വേര് ചീയലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പെർലൈറ്റ് സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. വെള്ളം കൂടുതൽ കൊടുക്കാതിരിക്കുക. മഴക്കാലത്ത് നമ്മളെപ്പോഴും വെള്ളം കിട്ടാത്ത സ്ഥലത്തേക്ക്, വെള്ളം വീഴാത്ത സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അത് നല്ലതാണ്. ഏതെങ്കിലും ഒരു ഷെഡിലേക്കൊക്കെ മാറ്റി വയ്ക്കുക അടിനിയം ചെടിയാവുമ്പോൾ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാകുന്ന, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പേർട്ടായ ആളുകൾക്കല്ല, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും കൂടുതലായി അറിയാത്തവർ ഒത്തിരി പേരുണ്ടാവും അല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദി, ബായ്.